ഹലോ ഗൈസ്, മേക്കർ ബീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നൈറ്റ് ലാമ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്ക് ഇട്ടാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ശേഷം ഭാഗം സ്ക്രീനിൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു അക്രിലിക്കിൻ്റെ ഷീറ്റ് വേണം. അപ്പോൾ ഇത് വലിയൊരു ഷീറ്റ് വന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞത് 18 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വീതി എന്ന് പറഞ്ഞത് 10 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ 4 സൈഡിൽ നിന്നും 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ 2 സെൻറ്റിമീറ്റർ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മാർക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 സൈഡും വരച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ വരച്ചതിൻ്റെ സെൻട്രലായിട്ട് ഒരു 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് നമുക്ക് ഓരോരോ ലൈന് വരച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒക്കെ വരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ക്യാപ്പ് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം 4 ഷീറ്റാണ് വേണ്ടത് ഇതുപോലത്തെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് അതുപോലെ 4 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് ഏതെങ്കിലും നിറത്തിലുള്ളൊരു കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പേപ്പർ ഓറഞ്ച് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ച് കളർ തന്നെ വേണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇത് നമ്മുടെ അക്രിലിക് ഷീറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിനെക്കാട്ടി മുന്നായിട്ട് നമ്മുടെ ഈ അക്രിലിക് ഷീറ്റിന് ഒപ്പം വെച്ച് ഈ കളർ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പശ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള 4 പീസും കൂടി ഇതുപോലെ പശ ചെയ്തെടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ 4 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതേ 10.5 സെൻറ്റിമീറ്ററിലും നീളത്തിലും വീതിയിലുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബൾബ് ബോർഡർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബൾബ് ബോർഡർ കയറാൻ ഭാഗത്തിന് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഹോൾ ഇടുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് തെർമോക്കോളൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഷീറ്റ്. ഇനി നമുക്ക് നമ്മുടെ ബൾബ് ബോർഡർ ഒന്ന് ഇതിലേക്ക് വെച്ച് നോക്കാം. ഓക്കെ, നമ്മുടെ ബൾബ് ബോർഡർ കറക്റ്റായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഹോളിൻ്റെ ഉള്ളിൽ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് 10.5 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തെടുത്ത ഇതുപോലത്തെ 4 പീസുകൾ വേണം. ഓക്കെ, അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബൾബ് ബോർഡർ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് അതൊന്ന് നമ്മൾ ഹോൾട്ട് വെച്ച ആ പീസിൻ്റെ 4 വശത്തും ഓരോന്നായി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്വിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആ 4 കഷ്ണങ്ങളും 4 സൈഡിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആ ഹോളിൽ ഹോൾഡർ ഒന്ന് നമുക്ക് വെച്ച് കൊടുത്ത് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഹോൾഡർ വയ്ക്കണേക്കാട്ടി മുന്നായിട്ട് നമ്മുടെ ആ ബാക്കിലുള്ള ആ ടോപ്പ് ഒന്ന് ഊരി മാറ്റണം. അപ്പോൾ അത് തുറന്നു കൊടുക്കുമ്പോൾ നമുക്ക് 2 സ്ക്രൂ കാണാൻ പറ്റും. അപ്പോൾ ആ കാണുന്ന ആ സ്ക്രൂ നമുക്ക് നമ്മുടെ ടെസ്റ്ററോ അല്ലെങ്കിൽ ചെറിയ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചൊന്ന് ലൂസാക്കി കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ 2 സ്ക്രൂ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായി 1 mm തിക്നെസ്സുള്ള 2 വയർ കാണും. അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റം നമുക്ക് വയർ സ്ട്രിപ്പർ വെച്ചിട്ട് ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വയർ സ്ട്രിപ്പ് ചെയ്യാൻ വയർ സ്ട്രിപ്പർ തന്നെ വേണമെന്നില്ല. അതിപ്പോൾ സാധാ കത്രിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ച് നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു പോയിരുന്നു ആ വയർ. അങ്ങനെ ആ വയറിൻ്റെ ഒരു എൻഡ് നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സ്ട്രിപ്പ് ചെയ്ത ഭാഗം നമുക്കൊന്ന് നല്ലോണം പിരിച്ച് കൊടുക്കാം. ഓക്കെ, അത് നന്നായി പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വയർ നമ്മൾ നേരത്തെ ലൂസാക്കി എടുത്ത സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് നന്നായി കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ വയർ ആ സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം കയറ്റി വെച്ചതിന് ശേഷം ആ സ്ക്രൂ ഒന്ന് നല്ലോണം നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ സ്ക്രൂ നല്ല രീതിയിൽ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ചെറുതായി വലിച്ച് നോക്കാം. ആ വയർ നല്ലോണം ടൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത് വലിച്ചു നോക്കിയപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ആ കറുത്ത വയറൊന്ന് അതിൻ്റെ സെക്കൻഡ് പോർട്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ കറുപ്പ് വയറും ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ ടോപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ആ ഹോൾഡർ ഒന്ന് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഹോളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ആ വയറിൻ്റെ എൻഡ് ഒന്ന് ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വെച്ച ആ ഹോൾഡർ ഒന്ന് എയർ ടൈറ്റ് ആയിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പശ ഒന്ന് നമുക്ക് ആ ബൾബ് ബോർഡിൻ്റെ ചുറ്റുഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ആ ബൾബ് ബോർഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എയർ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി എക്സസ് വരുന്ന ആ വയർ നമുക്ക് ഇതിൻ്റെ ആ സൈഡിലുള്ള ഹോളിൽ കൂടി എടുത്തു കൊടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വയറിൻ്റെ മറ്റേ അറ്റത്ത് ഒരു 2 പിൻ പ്ലഗ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബോർഡൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു 2 പിന്നാണ് എടുത്തിട്ടുള്ളത്.
ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ സ്ക്രൂ ഒന്ന് അഴിച്ചു മാറ്റണം. ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ഇലക്ട്രിക് ഷോപ്പുകളിലും മറ്റും ലഭിക്കുന്നതാണ്. ഇതിന് വെറും 10 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പ്ലഗിൻ്റെ സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് ആ പ്ലഗിൻ്റെ ആ 2 ലെഗിലും 2 സ്ക്രൂ കാണാം. ആ സ്ക്രൂ ആദ്യം നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്ക്രൂ മാത്രമേ ലൂസാക്കി കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം ഒരു സ്ക്രൂ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വയറ് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ക്രൂ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ക്രൂ ഒന്ന് ലൂസാക്കി എടുക്കാം. ഓക്കെ, നമ്മൾ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ രണ്ടാമത്തെ വയറും കൂടി ഒന്ന് ആ സ്ക്രൂ ലൂസാക്കിയ സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പഴയതുപോലെ നല്ല ടൈറ്റാക്കി കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ടോപ്പ് ഒന്ന് പഴയതുപോലെ വെച്ച് നന്നായി സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നല്ലോണം നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വർക്ക് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ നേരത്തെ കളർ പേപ്പർ ഒട്ടിച്ച് വെച്ച ആ അക്രിലിക്കിൻ്റെ ഷീറ്റ് എടുക്കാം. ഓക്കെ, നമ്മൾ ആ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹോൾഡ് സെറ്റ് ചെയ്ത ബോർഡിൻ്റെ 4 ഭാഗത്തും ആ ഷീറ്റ് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആ ഹോൾഡർ ഉണ്ടാക്കിയെടുത്ത ബോർഡിൽ നമ്മുടെ ആ ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായി നമ്മൾ ആ ഗോൾഡൻ കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അക്രിലിക് കളർ പെയിൻറ്റിനേക്കാളും നല്ലത് സ്പ്രേ പെയിൻ്റാണ്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അക്രിലിക് കളർ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അക്രിലിക് പെയിൻറ്റിന് പകരം സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലായിടത്തും കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആയി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ ഇതേ നമ്മുടെ ലാമ്പ് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതിലേക്കും ഗുഡ് ബൈ.